വാട്ടർ ഇൻലെറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഇതുവഴി വെള്ളം വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഡിറ്റർജന്റ് ആഡ് ചെയ്യാവുന്നത് ഇവിടാണ്. ഇവിടുത്തെ ഡിറ്റർജന്റ് മെൽറ്റ് ആയിട്ട് അകത്തിറങ്ങുന്നതായിരിക്കും. വാഷിങ്ങിനുള്ള പ്രോസസ് കാര്യങ്ങളെല്ലാം ഇടാം. വാഷിംഗ് ടൈമിൽ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ചെയ്യുക. സ്പിന്നിങ് ടൈമിലും റിൻസിങ് ടൈമിലും ഡ്രൈയിങ് ടൈമിലും സിംഗിൾ സൈഡാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ആന്റി ക്ലോക്ക് വൈസ് തിരിച്ച്. നമ്മൾ ഉദ്ദേശിച്ചത് ഒരു സെമി സിംഗിൾ ടർബൈൻ സോളാർ DC വാഷിംഗ് മെഷീൻ ആണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ, സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ, ഫുൾ ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ. ഇത് മൂന്നിൽ നിന്നും ഡിഫറന്റ് ആണ്. നമ്മൾ ചെയ്തിട്ടുള്ളത് സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഇതെന്ന് പറയുമ്പോൾ സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാഷിങ്ങിന് ഒരു ടബ്, ഡ്രൈയിങ്ങിന് ഒരു ടബ്, സെപ്പറേറ്റ് ടബാണ് വരുന്നത്. നമ്മൾ ഈ ഒരു വാഷിങ്ങിനും ഡ്രൈയിങ്ങിനും വേണ്ടി സെപ്പറേറ്റ് ടബ്, നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ ഒറ്റ ടബിലാക്കാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ വാഷിങ്ങും ഡ്രൈയിങ്ങും റിൻസിങ്ങും സ്പിന്നിങ്ങും നടക്കുന്നുണ്ട് ഒറ്റ ടബിൽ തന്നെ. എല്ലാം ഒറ്റ ടബിൽ തന്നെ നടക്കുന്നുണ്ട്. ഒരു വാഷിംഗ് മെഷീന് മിനിമം മിനിറ്റ് എന്ന് പറയുന്നത് 1 hour ആണ് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യാനുള്ളത്. ഇത് വാഷും ഡ്രൈയും റിൻസും സ്പിന്നും 15 minutes കൊണ്ട് ചെയ്യും. കൂടാതെ DC മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒറ്റ മോട്ടർ. എല്ലാ വാഷിംഗ് മെഷീനിലും 2 മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡ്രെയിൻ പുള്ളിങ്ങിന് വേണ്ടിയിട്ട് ഒരു മോട്ടറും ഒന്ന് വാഷിങ്ങിനും ഡ്രൈയിങ്ങിനും വേണ്ടിയിട്ട്. സെമിയിലേക്ക് വരുമ്പോഴേക്കും ഫുൾ ഓട്ടോമാറ്റിക് വരുമ്പോൾ 2 മോട്ടറാണ്. എന്നാൽ ഇത് ഒറ്റ DC മോട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാഷിങ്ങും ഡ്രൈയിങ്ങും എല്ലാം ചെയ്യുന്നത്. കൂടാതെ എല്ലാം DCയിലാണ് വർക്ക് ചെയ്യുന്നത്. സോളാർ വഴിയുള്ള ചാർജ് നമുക്ക് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ബാറ്ററി വഴി സോളാർ ചാർജ് കൺട്രോളർ വഴി മെഷീനിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. യൂസർക്കുള്ള ലാഭം സമയം ലാഭിക്കാൻ മാത്രമേ. കൂടാതെ സോളാർ ആണ്, ഇലക്ട്രിസിറ്റി ബില്ലിൽ വരുന്നതേ ഇല്ല. നമ്മൾ സോളാറിലാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എത്ര കോസ്റ്റ് വരും? കോസ്റ്റ് ഒരു 3,500 വരുന്നുള്ളൂ. നോർമൽ വാഷിംഗ് മെഷീന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് പോലും 10,000 എബോവ് ആണ്. ഈ സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫുൾ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല എക്സ്പെൻസീവ് ആണ്. ഏതൊരു കോമൺ മാനും അഫോർഡ് ചെയ്യാൻ പറ്റും. കൂടാതെ നോർമൽ ഒരു വാഷിംഗ് മെഷീനിൽ വരുന്നത് പോലെ തന്നെ പക്ഷേ നമ്മൾ മെക്കാനിക്കൽ ടൈമേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെഷീൻസിലെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. മെക്കാനിക്കൽ മാനുവൽ വാട്ടർ കൺട്രോൾ കാര്യങ്ങൾ വരുന്നുണ്ട്. മോട്ടറിന്റെ നമ്മുടെ ക്ലോത്ത്സിന്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ഫാബ്രിക് ടൈപ്പും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഒരു ക്ലോത്തെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇപ്പൊ നോർമൽ ഇടുകയാണ്. അത്യാവശ്യം ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ ജെന്റിലോ ഹെവിയിലോട്ടോ മാറ്റാവുന്നതാണ്. പിന്നെ നമുക്ക് വാഷ്, എക്കോ, ഡ്രൈ, റിൻസ്, വൂളൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിപ്പോ വാഷിലേക്ക് കണ്ടിട്ടുള്ളത്. ടൈമർ തിരിക്കുമ്പോഴത്തേക്കും വർക്ക് ആവും. ഏതൊരു കോമൺ മാനും അഫോർഡ് ചെയ്യാൻ സിമ്പിൾ മെക്കാനിക്സ് ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും നമ്മൾ ഈ ഒരു ഐഡിയ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 3,500 rupees. നമ്മൾ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് 3,500 ആയത്. മെഷീൻ മൊത്തം ഉണ്ടാക്കിയെടുക്കാൻ 1,500 ഉള്ളായിരുന്നു. സോളാർ എടുത്തപ്പോഴാണ് 2,000 rupees. ഏത് സ്കൂളാണ് ഇത്? വാക്കനാട്, കൊല്ലം ജില്ല. വാക്കനാട്. പേരെന്താ രണ്ടുപേരെ? ശ്രീലാൽ, ആദിത്യ.